ഒറ്റപ്പാലം ചിന്നക്കത്തൂർക്കാവിലെ കൂത്തുമാടത്തിൽ ഇത്തവണ പോലീസ് സാന്നിധ്യമുണ്ട്. എന്നാൽ ക്രമസമാധാന പാലനത്തിനല്ല, കൂത്തവതരിപ്പിക്കാനാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജനാരായണനാണ് തോൽപ്പാവ് കൂത്ത് സംഘത്തിനൊപ്പം എത്തിയത്. പൂരക്കാലമായാൽ കാക്കിയഴിച്ചു വെച്ചാൽ നേരെ കൂത്തുമാടത്തിലെത്തുന്ന ഒരു പോലീസുകാരനുണ്ട് ഒറ്റപ്പാലത്ത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ കൊങ്ങാട്ട് കുണ്ടളശ്ശേരി പട്ടത്ത് വീട്ടിൽ രാജനാരായണനാണ് കലയെ ഹൃദയത്തിലേറ്റി കൂത്തുമാടത്തിൽ എത്തിയത്. ഒറ്റപ്പാലം ചിന്നക്കത്തൂർക്കാവിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് കൂത്തവതരിപ്പിക്കുന്ന സദാനന്ദ പുലരുടെ സംഘത്തോടൊപ്പമാണ് ഇദ്ദേഹം എത്തിയത്. കൂനത്തറ ലക്ഷ്മണ പുലവർക്ക് കീഴിലാണ് രാജനാരായണൻ തോൽപ്പാവക്കൂത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചത്. ഇതിനിടെ കൂത്തിൻ്റെ പ്രസിദ്ധ ശൈലിയായ പാലപ്പുറം ശൈലി കൂടി പഠിക്കണമെന്ന മോഹത്താൽ പ്രസിദ്ധ കൂത്ത ആചാര്യൻ സദാനന്ദ പുലവർക്ക് ഗുരുദക്ഷിണ വെച്ചു. ഇപ്പോൾ താൻ കല പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താനൊരു കലാവിദ്യാർത്ഥി മാത്രമാണെന്നും രാജനാരായണൻ പറയുന്നു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് SI ആയി ജോലി ചെയ്യുന്നതിനിടയിൽ കലാപഠനത്തിനായി രാജനാരായണൻ സമയം കണ്ടെത്തിയിരുന്നു. 3 മാസത്തിലധികം സമയമെടുത്താണ് കൂത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത്. ഇതിനിടെയാണ് ചരിത്രപ്രസിദ്ധമായ ചിന്നക്കത്തൂർക്കാവിലെ പൂരത്തോടനുബന്ധിച്ച് കൂത്ത് അവതരിപ്പിക്കണമെന്ന ഈ പോലീസുകാരൻ്റെ ആഗ്രഹം ഗുരുനാഥന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. ഗുരുനാഥൻ സദാനന്ദ പുലവർ ശിഷ്യൻ്റെ ഈ ആഗ്രഹം സഫലീകരിക്കുകയായിരുന്നു. കാക്കി അഴിച്ചുവെച്ച് കലാകാരനായി കൂത്തുമാടത്തിൽ എത്തിയ രാജനാരായണൻ ഗുരുനാഥനൊപ്പം ഇരുന്ന് കൂത്തുചൊല്ലി തുടങ്ങിയത് സഹകലാകാരന്മാരെ ആശ്ചര്യപ്പെടുത്തി. പോലീസ് വേഷത്തിൽ നിന്നും കലാകാരനായി കൂത്തുമാടത്തിൽ എത്തിയ രാജനാരായണന് പ്രോത്സാഹനവുമായി സർക്കിൾ ഇൻസ്പെക്ടർ M സുജിത്തും കൂത്തുമാടത്തിൽ എത്തിയിരുന്നു. ചരിത്രപ്രസിദ്ധമായ ചിന്നക്കത്തൂർ പൂരം ഫെബ്രുവരി 24-നാണ്. 17 ദിവസം തുടർച്ചയായി നടക്കുന്ന കൂത്തിൽ ജോലി തിരക്കുകൾ കാരണം പൂർണ്ണസമയം പങ്കെടുക്കാനാകില്ലെന്ന പരിഭവം രാജനാരായണനുണ്ട്. വർഷമായിട്ട് ഈ തോൽപ്പാവക്കൂത്ത് അക്കാദമിക് പർപ്പസിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുരാതന കാലം മുതലുള്ള ഒരു കലയാണ്. രാമായണ കഥ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കമ്പരാമായണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പരാമായണ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു കലയാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് വളരെ ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു കലയാണ്, ക്ഷേത്രകലയാണ്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.